എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കഴിച്ച് മടുക്കാറില്ലേ? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടുപുളയാട്ടോ. നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഓട്ടുപുളയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ ഉണ്ടയും സാമ്പാറാട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് ഉണ്ടയും ചിക്കൻ കറി ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ചിക്കൻ കറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു കേട്ടോ. രാവിലെയും വൈകുന്നേരം ചായ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ അംഗൻവാടിയിലേക്ക് വിട്ടു. ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ കണ്ണന് പോളിയൊക്കെ കൊടുത്ത് നേരെ വീട്ടിലെത്തിയിട്ട് എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടി ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ കണ്ണന് ചോറിൻ്റെ കൂടെ പപ്പടം കാച്ചി കൊടുത്തു കേട്ടോ. കണ്ണന് ഞാൻ എങ്ങനെ പപ്പടം കൊടുത്താലും ആദ്യം തന്നെ കയ്യിൽ പപ്പടം എടുത്തിട്ട് അത് ആദ്യം തീർക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ നിർബന്ധിച്ച് കൊടുക്കാറുണ്ട്. കുറച്ചെങ്കിലും ചോറ് കഴിച്ചാലല്ലോ നമുക്കൊരു വയറ് നിറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഒരു ഉറക്കം എണീച്ചപ്പോൾ രാവിലേട്ടൻ പറഞ്ഞു നമുക്ക് ടൗൺ വരെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചടപട റെഡി ആയിട്ട് കണ്ണനും ഞാനും രാവിലേട്ടനും കൂടി മുള്ളേരിയയിലേക്ക് പോയിട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദിവസമായി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ഇന്ന് നമ്മൾ പൊറോട്ടയും അൽഫാമാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രീൻ ചട്നി ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ഈ ഒരു മയോണൈസിനെക്കാളും ഇതിൻ്റെ കൂടെ ഗ്രീൻ ചട്നി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇവിടുത്തെ ഗ്രീൻ ചട്നി ഭയങ്കര ടേസ്റ്റാട്ടോ. അങ്ങനെ കണ്ണനും ഞാനും രാവിലേട്ടനും കൂടിയിട്ട് പൊറോട്ടയും അൽഫാമൊക്കെ കൂടി നല്ലൊരു തട്ട് തട്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.